മുത്തശ്ശി, ഈ തെന്നാലി രാമനാരാ? ഭാരത ചരിത്രത്തിൽ 16-ാം നൂറ്റാണ്ടിൽ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായർ വളരെ പ്രശസ്തനായിരുന്നു. പണ്ഡിതന്മാരെ അദ്ദേഹം ആദരിച്ചു. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ പോലെ കൃഷ്ണദേവരായ സദസ്സിൽ അഷ്ടദിഗ്ഗജന്മാരും ഉണ്ടായിരുന്നു. അവരിലെ വിദൂഷകനായിരുന്നു തെനാലി രാമൻ. കൃഷ്ണ ജില്ലയിലെ ഗാർലപ്പാട് ഗ്രാമത്തിലാണ് രാമന്റെ ജനനം. രാമന്റെ അച്ഛനായിരുന്നു രാമയ്യ. ഗാർലപ്പാട് രാമയ്യ എന്ന് അയാളെ എല്ലാവരും വിളിച്ചു വന്നു. രാമൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരണപ്പെട്ടു. അതോടെ തെനാലിയിലുള്ള അമ്മയുടെ വീട്ടിൽ രാമൻ താമസമായി. അങ്ങനെയാണ് നമ്മുടെ രാമൻ തെനാലി രാമനായത്. തെനാലി രാമൻ ബാല്യത്തിൽ ഒരു തെമ്മാടി രാമനായിരുന്നു. പഠിക്കാൻ വിട്ടാൽ അവൻ കുസൃതികൾ കാട്ടും. ഒരിക്കൽ ഗുരുവിനെ അവൻ പറ്റിച്ചു. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ കുറേ ചീഞ്ഞ പഴങ്ങൾ രാമൻ പെറുക്കി വെച്ചു. ഗുരു അതിന്മേലിരുന്നു. അപമാനിതനായ അദ്ദേഹം രാമനെ കിഴുക്കാൻ തൂക്കായി കെട്ടിയിട്ടടിച്ചു. എന്നിട്ടും രാമൻ നേരെയായില്ല. ഗുരുവിനോട് ശണ്ട കൂടാതിരിക്കാൻ രാമന് കഴിയുമായിരുന്നില്ല. എങ്കിലും രാമൻ ബുദ്ധിമാനായിരുന്നു. ഗുരു പറയുന്നതെല്ലാം തന്നെ മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ രാമൻ പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ രാമൻ്റെ പഠിപ്പ് അവസാനിച്ചു. വീട്ടിൽ പട്ടിണിയാണ്. എന്നാൽ രാമൻ ജോലിക്ക് പോയി. മടിയനാണ്. വായാടിയായതുകൊണ്ട് കണ്ടവരെയെല്ലാം കളിയാക്കി അങ്ങനെ നടക്കും. അങ്ങനെ അവൻ്റെ നാക്കും നാട്ടുകാരുടെ കൈയും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. രാമന് വീട്ടിൽ ഭക്ഷണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും നാട്ടിൽ തല്ലിന് മുട്ടുണ്ടായിരുന്നില്ല. തല്ല് കിട്ടുമെന്ന് കരുതി നുണയോ മുഖസ്തുതിയോ പറയാൻ രാമൻ തയ്യാറല്ലായിരുന്നു. ധീരത രാമൻ്റെ ഒരു ഗുണമായിരുന്നു. ആ ഗുണം രാമന് പല നേട്ടങ്ങളും ഉണ്ടാക്കി. ഒരിക്കൽ തെനാലിയിൽ അതികഠിനമായ വരൾച്ചയുണ്ടായി. കുളങ്ങളും കിണറുകളും വറ്റി. നദിയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. കൃഷിയൊക്കെ നശിച്ചു. നാട്ടിൽ മുഴുക്കെ പട്ടിണിയായി. നാട്ടുകാർ കൂട്ടം കൂടിയിരുന്നു. മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം നടത്തി. എന്തൊക്കെ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു വിഖ്യാതനായ സന്യാസി തെനാലി ദേശത്തെത്തി. സന്യാസി നാട്ടിൽ കാലെടുത്തു വച്ചതോടെ മഴ തുടങ്ങി. നല്ല മഴ. നാട്ടിലെങ്ങും ഉത്സാഹം. എല്ലാവരും മഹർഷിയെ വാഴ്ത്തി. മഹർഷി വന്നതുകൊണ്ടാണ് മഴ പെയ്തത്. മഹർഷി വന്നില്ലെങ്കിൽ തെനാലി ഗ്രാമം മരുഭൂമിയായിപ്പോയേനെ ജനങ്ങൾ പറഞ്ഞു. ബഹുജനങ്ങളുടെ ഈ സംസാരം ബുദ്ധിമാനായ തെനാലി രാമന് ഇഷ്ടമായില്ല. അവൻ പറഞ്ഞു, മഹർഷി വന്നതുകൊണ്ടല്ല മഴ പെയ്തത്. അദ്ദേഹം വന്നില്ലെങ്കിലും മഴ സമയത്ത് പെയ്യുക തന്നെ ചെയ്യും. വെറുതെ വല്ലതും പറഞ്ഞു നടന്നു മുനിയുടെ ശാപം മേടിക്കണോ കുട്ടി? തങ്ങൾക്ക് ആരാധ്യനായ മഹർഷിയെ കൊച്ചാക്കി സംസാരിച്ചതിൻ്റെ പേരിൽ നാട്ടുകാർ അവനെ തല്ലാൻ പുറപ്പെട്ടു. അപ്പോൾ രാമൻ ഒരു കഥ പറയാൻ തുടങ്ങി. ജനങ്ങൾ തൽക്കാലത്തേക്ക് അടങ്ങി. കരിമ്പനയിൽ പനമ്പഴങ്ങൾ വീഴാറായി നിൽക്കുമ്പോൾ ഒരു കാക്ക കരിമ്പനയിൽ ചെന്നിരുന്നു. കാക്ക ചെന്നിരുന്നതുകൊണ്ട് കരിമ്പനയ്ക്ക് ഒരു അനക്കവും ഉണ്ടായില്ല. എങ്കിലും വീഴാൻ നിന്നിരുന്ന പനമ്പഴം താനെ താഴേക്ക് വീണു. അത് കണ്ട ഒരു വിഡ്ഢി പറഞ്ഞു, കാക്ക വന്നതുകൊണ്ടാണ് പനമ്പഴം വീണത് എന്ന്. രാമൻ ഈ കഥ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ വഴിക്ക് പ്രശസ്തനായ ആ മഹർഷി വരാനിടയായി. ജനങ്ങൾ മഹർഷിയോട് രാമൻ ഒരു ധിക്കാരിയാണെന്ന്
ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. അവർ പിന്നെയും രാമനെ തല്ലാൻ വട്ടം കൂടി. രാമൻ വീണ്ടും ചിരിച്ചു. പക്ഷേ മഹർഷി അവരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. വിവേകിയും വിജ്ഞാനിയുമായ അദ്ദേഹം രാമനോട് സംസാരിച്ചു. മഹർഷി രാമൻ്റെ അറിവ് കണ്ട് അത്ഭുതപ്പെട്ടു. രാമൻ്റെ ബുദ്ധിയെയും സ്വതന്ത്ര ചിന്തയെയും അദ്ദേഹം അഭിനന്ദിച്ചു. നീ ഇവിടെ അടുത്തുള്ള കാളി ക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രി പോകണം. അവിടെ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം. ദേവി നിന്നെ അനുഗ്രഹിക്കും. മഹർഷി രാമന് ജപിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ശേഷം സ്ഥലം വിട്ടു. ജനങ്ങൾ തങ്ങളുടെ വിഡ്ഢിത്തമോർത്ത് അന്യോന്യം നോക്കി നിന്നു. അവസാനം അവരും രാമൻ്റെ ബുദ്ധിയെയും ധൈര്യത്തെയും പ്രശംസിച്ചു.